നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. 145 സങ്കീർത്തനം 14 വാക്യം. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാതയാമത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ദാനമായി തന്ന വാഗ്ദത്ത വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വീഴുന്നവരെ വേർകൃത്യം കാണിക്കാതെ വീഴുന്നവർ ആരെല്ലാം ഉണ്ടോ അവരെ ഒക്കെയും യഹോവ താങ്ങുന്നു. അതിനുശേഷം കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ആരെയും ഒഴിച്ചു നിർത്താതെ എല്ലാവരെയും അവൻ നിവർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വീഴാത്തവരാരുമില്ല. ചെറുപ്പകാലം മുതൽ വാർദ്ധക്യം വരെ. ചെറുപ്പകാലത്തിൽ എന്ന പോലെ വാർദ്ധക്യത്തിലും വീഴുവാൻ വളരെയധികം സാധ്യതകളുണ്ട്. കാലങ്ങൾ കടന്നു ചെല്ലും തോറും നമുക്ക് പ്രായമാകും തോറും വീഴ്ചയ്ക്ക് ധാരാളം അവസരങ്ങളുണ്ട്. കാല് വഴുതി വീഴുന്നു. ഇന്ന് ദിവസവും മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് കാല് വഴുതി വീഴുന്നവരുടെ കാര്യം. പലരും മരിച്ചു പോകുന്നു, പലരും മരത്തിൽ നിന്ന് വീഴുന്നു, കെട്ടിടത്തിൽ നിന്ന് വീഴുന്നു, നടന്നു പോകുന്ന കൂട്ടത്തിൽ വീഴുന്നു. അങ്ങനെ പല വീഴ്ചകളും. ചില വീഴ്ചകൾ മരണകാരണമാകുന്നു, ചിലത് മുറിവേൽക്കുന്നു. ചിലർ മാത്രം രക്ഷപ്പെടുന്നു, ചിലർ രോഗികളായി കിടക്കയിൽ ആയിപ്പോകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഇവിടെ ദാവീദ് ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ലോകപ്രകാരമുള്ള ഒരു വീഴ്ചയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ലോകത്തിൽ വീഴുന്നവരെ എല്ലാവരെയും താങ്ങുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ഒരു ഡിവൈസസും ഇല്ല. വീഴുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കവരെ താങ്ങുവാനും രക്ഷിക്കുവാനും കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ വീഴ്ച എല്ലാം അപ്രതീക്ഷിതമാണ്. എന്നാൽ ഇവിടെ നമ്മുടെ വീഴ്ചയെ അറിയുന്ന ഒരാൾ നമ്മുടെ അടുത്ത് നിന്നും കൊണ്ട് നാം നിലം പരിചാകുന്നതിന് മുമ്പ് നമ്മെ താങ്ങുന്ന വിഷയത്തെക്കുറിച്ചാണ് ദാവീദ് സംസാരിക്കുന്നത്. അവർ ആത്മീകമായിട്ടുള്ള ഒരു വീഴ്ചയെക്കുറിച്ച് താൻ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. നീതിമാൻ്റെ വീഴ്ച അസംഖ്യമെങ്കിലും അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു. നാം വീണിട്ട് പരിക്കേറ്റ് ഇല്ലാതായി പോകുന്നതിന് മുൻപ്, ആ വീഴ്ച നമുക്ക് ഹാനികരമാകുന്നതിന് മുൻപ്, ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ, അവൻ പെട്ടെന്ന് വീഴുമ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ പലരും താഴെ വീഴത് താങ്ങി പിടിക്കുന്നില്ലേ? വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. അവരുടെ കണ്ണിൽ പെട്ടാൽ മാത്രമേ അങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദാവീദ് ഇവിടെ സംസാരിക്കുക. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. ആ വീഴുന്നവരുടെ വീഴ്ച, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ, നീതിമാൻ്റെ വീഴ്ച, ഭക്തന്മാരുടെ വീഴ്ച, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ വീഴ്ച, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ വീഴ്ച, ദൈവത്തെ ആരാധിക്കുന്നവരുടെ വീഴ്ച, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ വീഴ്ച, ദൈവത്തിൽ മുഴുവനായി ബലം അവനിൽ കണ്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യരിലുള്ളതായ വീഴ്ച. നീതിമാന്മാർക്കും വീഴ്ചയുണ്ട്, ശുദ്ധിമാന്മാർക്കും വീഴ്ചയുണ്ട്, ഭക്തന്മാർക്ക് വീഴ്ചയുണ്ട്. ആ വീഴ്ച അവർക്ക് കേടായി ഭവിക്കാതിരിക്കത്തക്കവണ്ണം, അവർക്ക് നാശമായി ഭവിക്കാതിരിക്കത്തക്കവണ്ണം യഹോവ അവരെ താങ്ങുന്നു എന്നാണ് ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വേറൊരു കൂട്ടരെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുകയാണ്. കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും ഒരാളെയും വിടാതെ എല്ലാവരെയും അവൻ നിവർത്തുന്നു. ഒരു കൂനിയായ സ്ത്രീയെ എഴുന്നേറ്റ് നിർത്തിയതുപോലെ 18 വർഷമായിട്ട് അവൾ കുനിഞ്ഞ്, അവൾ ആരുടെ മുഖത്ത് നിവർത്തി നോക്കുവാൻ കഴിവില്ലാതെ അവൾ നടന്നതുപോലെ തന്നെ വർഷങ്ങളായി നിന്നെ കുനിയിച്ചു കൊണ്ടിരിക്കുന്നതായ അനേക ജീവിതങ്ങൾ, ഭാരങ്ങൾ, അനേക പ്രശ്നങ്ങൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, അപകീർത്തികൾ, അനേക ആവശ്യങ്ങളുടെ മുഖത്ത്, മറ്റുള്ളവരുടെ മുഖത്ത് നിവർന്ന് നിന്നിട്ട് നടക്കുവാൻ കഴിവില്ലാതെ കടഭാരമേന്തിക്കൊണ്ട്
അനേക ലജ്ജാഭാരം മൂടിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങേയറ്റം വേദനപ്പെട്ട് നിലവിളിക്കുന്ന ചില ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകം നിൻ്റെ കുടുംബത്തിലെ വിഷയത്തിൽ, നിൻ്റെ വ്യക്തിപരമായ വിഷയത്തിൽ, ആത്മീകമായ വിഷയത്തിൽ നീ ഒരു ഭക്തനാണോ എങ്കിൽ വിടുതൽ ദൈവത്തിൽ നിന്ന് ലഭിക്കും. നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ നിവർത്തി നടത്തുവാൻ ഞാൻ നിൻ്റെ ചാരയുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. വീഴുന്നതിന് മുമ്പ് വീഴുന്നവരെയൊക്കെയും താങ്ങുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നമ്മോട് അടുത്ത് നിൽക്കുമ്പോഴാണ് വീഴ്ചയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത്. ഇല്ലായെങ്കിൽ നാം ദൈവത്തോട് അടുത്ത് നിൽക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതായ വീഴ്ചകൾ അവന് ഹാനികരമാകാതിരിക്കത്തക്കവണ്ണം പലരും തെളിയിടുവാൻ നോക്കിയും അല്ലെങ്കിൽ ഒരു ശത്രു വന്ന് നിന്നെ അല്ലെങ്കിൽ നിന്നെ വീഴ്ത്തിക്കളയുവാൻ ഒരു കുഴിയിൽ മറിച്ചിടുവാൻ നോക്കിയേക്കാം. പക്ഷെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, നീ ദൈവഭക്തനാണെങ്കിൽ ആ വീഴ്ച നിനക്ക് ഹാനികരമാകുകയില്ല. ആ വീഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ നിവർന്നു നിൽക്കുവാൻ സാധിക്കാതെ കുനിഞ്ഞിരിക്കുന്നതൊക്കെതായ നിന്നെ വർഷങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് ആ ഭാരം നിന്നെ വഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ ലജ്ജാഭാരം കൊണ്ട് അനേക കടങ്ങളുടെയും അനേക പ്രയാസങ്ങളുടെയും ശാരീരിക വൈകല്യങ്ങളുടെയും രോഗത്തിൻ്റെ വേദനയുടെയും പിടിപ്പെട്ട് നീ നിവർന്നു നിൽക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ വിടുതലിൻ്റെ വചനവുമായി നിന്നെ സന്ദർശിക്കുകയാണ്, നിന്നെ നിവർന്നു നിൽക്കുവാൻ. ദൈവത്തിൻ്റെ വചനം നമുക്കൊന്നുകൂടെ വായിക്കാം. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, മറ്റാർക്കും താങ്ങുവാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമേ അവർ വീഴാൻ പോകുന്നു എന്ന് കാണുവാൻ കഴിയുള്ളൂ. മനുഷ്യർ എപ്പോഴാണ് വീഴുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർ എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയില്ല. അവരുടെ വീഴ്ച നമുക്ക് പ്രവചിക്കുവാൻ കഴിയില്ല. ആ വീഴുന്നവർക്ക് തന്നെ അവർ നാളെ വീഴും അല്ലെങ്കിൽ ഇത്ര മണിക്ക് വീഴുമെന്ന് അവർക്ക് പ്രവചിക്കുവാനോ ഗണിക്കുവാനോ കഴിയില്ല. പക്ഷെങ്കിൽ അവരെ കാണുന്ന ഒരു ദൈവമുണ്ട്, അവരെ ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. തൻ്റെ ദാസന്മാർ ഭക്തന്മാരുടെ വീഴ്ചയെ മുൻകൂട്ടി അറിയുന്ന ദൈവം അവർക്ക് വേണ്ടി കാവൽ ചെയ്യുന്ന അവൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം, അവന് ഹാനികരമാകാതെ വണ്ണം അവൻ്റെ വഴിയിലെ ദുർഘടങ്ങളെ ഒക്കെയും അകറ്റി അവന് വേണ്ടി പാത നിരപ്പാക്കുവാൻ സർവശക്തൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ നമുക്കായി വാഗ്ദത്തം ചെയ്യുകയാണ്. ഈ സ്നേഹത്തെ തിരിച്ചറിയുന്ന ജീവിതങ്ങൾ, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു മനുഷ്യൻ നമ്മെ താങ്ങിയാൽ എത്ര ദിവസം താങ്ങും? ഒരു ദിവസം താങ്ങും, 2 ദിവസം താങ്ങും, 1 മാസം താങ്ങും, 1 വർഷം താങ്ങും. പക്ഷെങ്കിൽ ജീവിതകാലം മുഴുവനും അവർ താങ്ങിയെന്നിരിക്കത്തില്ല. മാതാപിതാക്കൾ താങ്ങുകയില്ല, കുഞ്ഞുങ്ങൾ താങ്ങുകയില്ല, സഹോദരങ്ങൾ താങ്ങുകയില്ല, ഭാര്യയും ഭർത്താവും താങ്ങുകയില്ല, ലോകം ആരും താങ്ങുകയില്ല. പക്ഷെങ്കിൽ വീഴുന്നവരെ ഒക്കെയും താഴെയിടാതെ, വീഴ്ച അവർക്ക് ഹാനികരമാകാതെ അവരെ സഹായിക്കുന്ന ഒരുവൻ മാത്രം, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പരിചയപ്പെടുത്തുന്നത്, സർവശക്തനായ ദൈവം. ആ സ്നേഹം കർത്താവ് അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ അനാഥരായി പോയാൽ നിങ്ങൾക്ക് ആരുമില്ലാതെ വരികയില്ല. എപ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ മഹൽ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം ജീവിക്കേണ്ടതിന് അരുമനാഥനായ പുത്രനെ, തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മോടിരിക്കുവാൻ, നമ്മോടുകൂടെ വാസം ചെയ്യുവാൻ, നമ്മോടുകൂടെ സഞ്ചരിക്കുവാൻ ദൈവം തന്നതായ ദാനം. ആ ദാനത്തെ ഏറ്റുകൊള്ളുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വീഴുമ്പോൾ അവനെ താങ്ങുകയും അവൻ കുനിയപ്പെടുന്നതായ അവസരങ്ങളിൽ അവനെ നിവർന്നു നിൽക്കുകയും ചെയ്യുന്നതായ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ ഭാഗ്യം നമുക്കും ഈ പ്രഭാതത്തിൽ ലഭിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.